നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, ഞാൻ മാഡത്തെ കാത്തിരിക്കായിരുന്നു. എന്നെന്തിനു കാത്തു നിൽക്കണം? ഞാനെന്ന് പറഞ്ഞ കാര്യം മാഡം സീരിയസ് ആയിട്ട് എടുത്തില്ലല്ലേ? എന്ത് കാര്യം? അത് കൊള്ളാം. സ്വന്തം ഭർത്താവിന്റെ മരണ രഹസ്യം ഒരു സില്ലി മാറ്റർ ആണോ? എന്താ ബേബി ഇത്? ഏയ് സോറി. എന്താ ദേവിക മാഡം ഇങ്ങനെ? എന്റെ ഭർത്താവ് മരിച്ചു. ഈ ഭൂമിയിലില്ല. ഇപ്പോ എന്റെ ഉള്ളിൽ ജീവിക്കാം. അതാണ് സത്യം. അതല്ലല്ലോ സത്യം. ഓരോ മരണത്തിന് പിന്നിലും ഓരോ കാരണങ്ങളുണ്ടാവും. ആ കാരണത്തിന് പിന്നിൽ ഒരു കൈയും ഉണ്ടാവും. ആ കൈ ഉപയോഗിച്ച ആളും ഉണ്ടാവും. മനസ്സിലായോ? പിച്ചാത്തി അല്ല കുറ്റക്കാരൻ, പിച്ചാത്തി പിടിച്ച കയ്യ. ഇവിടെ സുധി സാറിന്റെ അല്ലെങ്കിൽ ദേവിക മാഡത്തിന്റെ ഭർത്താവ് സുധിയുടെ മരണത്തിന് വേണ്ടി സർജിക്കൽ ബ്ലേഡ് കയ്യിൽ പിടിച്ചത് ആരാണെന്ന് നമുക്ക് കണ്ടെത്തണ്ടേ? നിരഞ്ജൻ സാറിനെതിരെ അപവാദങ്ങളുമായിട്ട് എന്റെ മുന്നിൽ വരരുത്. നോ മാം, ഇറ്റ്സ് നോട്ട് എ സ്കാൻഡൽ, ഇറ്റ്സ് എ ഫാക്ട്. സുധി കൊല്ലപ്പെട്ടു എന്നത് സത്യമാണ്. ആശുപത്രിയിലെ സർജിക്കൽ ഉപകരണങ്ങൾക്കും ഓക്സിജൻ സിലിണ്ടറിനും വരെ അറിയാവുന്ന സത്യം. എന്നിട്ടും ജീവിച്ചിരിക്കുന്ന സ്വന്തം തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന മാഡത്തിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. മാഡം ഒന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിക്കണം മാഡം. ആരായിരിക്കും സുധി സാറിന്റെ ഓക്സിജൻ സിലിണ്ടറിന്റെ വാൽവ് കട്ട് ചെയ്തെന്ന്? അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ നിന്നുള്ള ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്തെന്ന്. നിങ്ങൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിരഞ്ജൻ ഡോക്ടറെ സംശയിക്കില്ല. കാരണം അത്രയ്ക്ക് നന്മയുള്ള മനുഷ്യൻ അദ്ദേഹം. എന്റെ ദൈവം അദ്ദേഹം. ദൈവങ്ങളും ചിലപ്പോൾ കണ്ണടയ്ക്കും. ദൈവങ്ങൾ വിശ്രമിക്കുന്ന ദിവസമുണ്ട്, കേട്ടിട്ടില്ലേ? 7th ഡേ. അതുപോലെ ഇവിടെ ദൈവം വിശ്രമിച്ചതല്ല, ദൈവം മനഃപൂർവ്വം ഒന്ന് കണ്ണടച്ചു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ സുധി സാറിന്റെ ഹൃദയം വേറൊരുത്തന്റെ നെഞ്ചും കൂടിനകത്തിരുന്ന് മിടിക്കുന്നത്. പടപടാന്ന്. ഭർത്താവ് നഷ്ടപ്പെട്ടൊരു പെണ്ണ ഞാൻ. എന്നോട് സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണം. നിങ്ങളുടെ യുദ്ധത്തിനിടയിൽ എന്നൊരു ആയുധമാക്കരുത്. എനിക്ക് യുദ്ധമോ? ആരോട്? ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അതല്ലേ ഇപ്പൊ മാഡം പറഞ്ഞത്? ആ ഒരു പെൺകുട്ടി വളരെ സമൃദ്ധമായി കബളിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോ സത്യം പറയണമെന്ന് എനിക്ക് തോന്നി. അതിലെന്താണ് മാഡം തെറ്റ്? എന്തുകൊണ്ടൊരു അവയവ മാറ്റം നടന്നു? അതുകൊണ്ട് അക്ഷര ഹോസ്പിറ്റലിലുണ്ടായ ജനപ്രീതി, മീഡിയയിൽ വന്ന പ്രശസ്തി, അങ്ങനെയുള്ള പേരിനും പ്രശസ്തിക്കും വേണ്ടി പരലോകത്തേക്ക് പറത്തിവിട്ടതായി മാഡത്തിന്റെ ഭർത്താവിന്റെ ആത്മാവിനെ. നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് ചാർത്തി പിറ്റേ ദിവസം വിധവയായി പോയ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെയാ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ മാഡം? മാഡം, സമയം കിട്ടുമ്പോൾ ഡോക്ടർ നിരഞ്ജന്റെ മുഖത്ത് നോക്കി ചോദിക്കണം, എങ്ങനെ അപകടം ഉണ്ടായിരുന്നു? ആ അപകടത്തിൽ നിന്നാണല്ലോ തുടക്കം. പുള്ളി പറയട്ടെ. ഈ അപകടം ഉണ്ടായപ്പോഴാണല്ലോ സുധി സുധി സാർ ഹോസ്പിറ്റലായത്. അപ്പൊ മാഡം ഒന്ന് ചോദിക്കുക, എങ്ങനെയാ അപകടം ഉണ്ടായതെന്ന്, ആരാണ് കാർ ഓടിച്ചതെന്ന്, ഹൃദയം എങ്ങോട്ട് പോവുകയെന്ന്. അതൊക്കെ ചോദിച്ചാ ഹൃദയം പൊട്ടുന്ന പോലെ അയാൾ പകച്ചു നിൽക്കുന്നത് മേഡത്തിന് കാണാം. ബാക്കിയൊക്കെ മേഡത്തിന് ഇഷ്ടം. ഓക്കെ മാഡം, ഇനി വഴിവില്ലെങ്കിൽ വിവരങ്ങൾ തരാൻ ഞാൻ വരില്ല. ബാക്കിയൊക്കെ മേഡത്തിന്റെ ഇഷ്ടം.
അല്ലെങ്കിലേ സ്വപ്നത്തിൽ ഭർത്താവ് വരുമ്പോ ചോദിച്ചു നോക്കണം, സുധിയേട്ടാ നിങ്ങളെ കൊന്നതാണോ അതോ ആയുസത്തിൽ പോയതാണോ എന്ന്. ഓക്കെ മാഡം, ബൈ. കുട്ടിക്ക് എന്ത് സംഭവിച്ചതാ? അത് ഞങ്ങളൊരു യാത്രയിലായിരുന്നു. പെട്ടെന്ന് കുഞ്ഞിന് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ വന്നു. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? വല്ലപ്പോഴും. നിങ്ങളുടെ പേര്? ജെസ്സി. ഈ നാട്ടുകാരല്ലേ? അല്ല, കുറച്ച് ദൂരെയാ, വയനാട്ടില്. പിന്നെ ഇവിടെ വന്നത്? ഒരു ബന്ധുവിനെ കാണാൻ വന്നതാ. കുട്ടിക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ? ഐ മീൻ ഏതെങ്കിലും മെഡിസിൻ? ഇല്ല. ഞാനൊരു ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട്, അത് പെട്ടെന്ന് എടുത്തേ. കുട്ടിയുടെ ബ്രീത്തിങ്ങിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, വിശദമായ ചെക്കപ്പ് വേണ്ടിവരും. എന്തായാലും അഡ്മിറ്റിന് എഴുതാം. അരമണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കട്ടെ, അത് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം. അയാള് വീണ്ടും വന്നു. ആര്? ഞാനൊരിക്കലും പറഞ്ഞില്ലായിരുന്നോ, വിശാൽ. അയാൾ എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന എന്തിനായിരിക്കും? സുധേട്ടന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ വരവ്. സുധിയുടെ മരണത്തിൽ എന്ത് ദുരൂഹത? അതാ ഡോക്ടർ എനിക്ക് മനസ്സിലാവാത്തത്. അപകടം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും സുധേട്ടൻ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലപ്പെട്ടതാണെന്നും ഇങ്ങനെയൊക്കെ അയാള് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം കണ്ടപ്പോ തന്നെ ഇതാ പറഞ്ഞു തുടങ്ങിയത്, എന്ത് കാര്യത്തിനും സഹായത്തിന് അയാളുണ്ടെന്ന്. പെട്ടെന്നൊരാൾ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറയുമ്പോ ഊഹിച്ചൂടെ അതിനു പിന്നിൽ അവർക്ക് എന്തോ ഒരു പ്രത്യേക അജണ്ടയുണ്ടെന്ന്, എന്തോ ഒരു ഗൂഢലക്ഷ്യം ഉണ്ടെന്ന്? അതെനിക്കറിയാം ഡോക്ടർ, അതല്ലേ ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. പക്ഷേ എന്തിനു വേണ്ടി, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതുവഴി അവരുന്നം വെക്കുന്നത് ആരെയാ? ഇത്തരം ആൾക്കാരുമായി സംസാരിക്കാൻ നിൽക്കണ്ട. ഒരു കാര്യമില്ലാതെ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ വരുന്നവരവര്. വന്ന് കയറി മനസ്സിലേക്കൊരു കല്ലെറിഞ്ഞിട്ട് പോകുന്നവർ. മനസ്സിലായോ? ശാന്തമായ ജലാശയം പോലെ കിടക്കുന്ന മനസ്സിലേക്കൊരു കല്ലെറിഞ്ഞാൽ പിന്നെ അവിടെ അസ്വസ്ഥതയുടെ ഓളങ്ങളാ, ചുഴികളാ. അത് സൃഷ്ടിക്കുന്നവർക്ക് മാറി നിന്ന് കണ്ട് സന്തോഷിക്കാം. എല്ലാം ശരത്തിന്റെ ജനസിൽപ്പെട്ടവരല്ലേ? അങ്ങനെ ആവും അല്ല സർ? ദേവിക്ക് എന്താ ഒരു സംശയം? അങ്ങനെ തന്നെ. അല്ല, സാറിന് ഫ്ലൈറ്റിന്റെ സമയമായില്ലേ? അതെ, ഞാൻ ഇറങ്ങാം. നാളെ രാവിലെ കാണാം.